ഹായ് ഓൾ, വെൽക്കം ടു റീലാൻ. നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ നമ്പർ 8 സർക്കിൾ മെഷേഴ്സ് ആൻഡ് ചാപ്റ്റർ നമ്പർ 11 പാർട്സ് ഓഫ് സർക്കിൾ. ഈ രണ്ട് ചാപ്റ്ററിൻ്റെ ഒരു ചാപ്റ്റർ സമ്മറിയാണ്. എന്ന് വെച്ചാൽ ജസ്റ്റ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഈ ചാപ്റ്ററിൽ മെയിൻലി നമ്മൾ ഏതൊക്കെ ഫോർമുലാസാണ് പഠിക്കാനുള്ളത്, ജസ്റ്റ് ഈ ചാപ്റ്ററിൻ്റെ ഒരു ഓവറോൾ കോൺസെപ്റ്റ് പെട്ടെന്നൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ നേരെ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് നോക്കാം. സർക്കിൾ മെഷേഴ്സ്. ചാപ്റ്ററിൻ്റെ പേര് തന്നെ പറയുന്നുണ്ട് സർക്കിൾ മെഷേഴ്സ്. സർക്കിളിനെ പറ്റിയിട്ടാണ് ഇവിടെ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യമാണ് സർക്കംഫറൻസ് ഓഫ് സർക്കിൾ. എന്താണ് സർക്കംഫറൻസ്? എന്താണ് ഈ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ? നോക്കുക, ഈ കാണുന്ന സർക്കിളിൽ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. ഈ സർക്കിളിൻ്റെ ഈ പോയിന്റിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് ട്രാവൽ ചെയ്ത് മൊത്തമായിട്ടൊരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് അതേ പോയിന്റിൽ തിരിച്ചെത്തിയപ്പോൾ സഞ്ചരിച്ച ഒരു ദൂരല്ലേ. അഥവാ സിമ്പിളായിട്ട് നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്ന ടേംസിൽ പറഞ്ഞാൽ പെരിമീറ്റർ. ആ പെരിമീറ്ററിനെ നമ്മൾ ഇക്കൊല്ലം സർക്കിളിൻ്റെ കേസിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തെന്ന് പഠിക്കുന്നു? സർക്കംഫറൻസ് എന്നുള്ളൊരു പേര് യൂസ് ചെയ്ത് പഠിക്കുന്നു എന്നേ ഉള്ളൂ. ആ സർക്കംഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ആ ഫോർമുല നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. പൈ ഇൻറ്റു ഡയാമീറ്റർ ഓഫ് സർക്കിൾ എന്നാണ് ഫോർമുല. പൈ ഇൻറ്റു ഡയമീറ്റർ. ശ്രദ്ധിച്ചേ, എന്താ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിൻറ്റ്സിന് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? കോഡ് എന്ന് പറയാം അല്ലേ. ഇങ്ങനെ കോഡുകൾ, ഒരുപാട് കോഡുകൾ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരച്ച് പോകുന്ന കോഡുകളിൽ ഒരു പർട്ടിക്കുലർ കോഡ് അല്ലെങ്കിൽ എ സെറ്റ് ഓഫ് പർട്ടിക്കുലർ കോഡ് സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യും. ആ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന കോഡായിരിക്കും ഏറ്റവും വലിയ കോഡ്. ആ കോഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഡയമീറ്റർ. ഞാനിവിടെ തൽക്കാലം ഡയമീറ്ററിനെ എന്തെന്ന് വിളിക്കുന്നുണ്ട്? നമ്മളെ ടെക്സ്റ്റ് ബുക്ക് പറയുന്ന പോലെ തന്നെ ഡി എന്ന് വിളിച്ചു. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം. ഈ സെൻറ്ററിൽ നിന്ന് സർക്കിളിലേക്കുള്ള ഈ ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? റേഡിയസ്. നമ്മൾ ആർ എന്ന് പറഞ്ഞ ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് നോട്ട് ചെയ്യുക. അപ്പോൾ റേഡിയസിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ആർ എന്ന് വിളിച്ചു. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ സർക്കംഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല മക്കളെ പൈ ഇൻറ്റു ഡി. എന്താണ്? പൈ ഇൻറ്റു ഡി, പൈ ഡി എന്ന് നമ്മൾ പറയും. അപ്പോൾ എന്താണ് ഈ പൈ? പൈ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്. പൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോൺസ്റ്റൻറ്റ്. ആ പൈയിൻ്റെ വാല്യൂ എത്രയാണ്? 3.141. 3.141 എന്ന് ഓർത്താൽ മതി. ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നമ്മളോട് ഈ ചാപ്റ്ററിൽ പ്രത്യേകിച്ച് പറയുന്നില്ല, ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് പൈയിൻ്റെ വാല്യൂ കൊടുക്കാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ പൈയിൻ്റെ വാല്യൂ കൊടുക്കേണ്ടതില്ല. പൈയിൻ്റെ വാല്യൂ കൊടുക്കണം എന്ന് അവർ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് ഇത്ര ഡെസിമൽ പ്ലേസ് വരെ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുക എന്ന് പറയുകയാണെങ്കിൽ മാത്രം ആരെ കൊടുത്താൽ മതി? പൈയിൻ്റെ വാല്യൂ കൊടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് നമുക്കറിയാം റേഡിയസും ഡയാമീറ്ററും തമ്മിലുള്ള റിലേഷൻ. റേഡിയസും ഡയാമീറ്ററും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. എന്താ റിലേഷൻ നോക്കിക്കോ. റേഡിയസ് ഒരു 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഡയാമീറ്റർ എത്രയായിരിക്കും? 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. റേഡിയസ് ഒരു 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഡയാമീറ്റർ എത്രയായിരിക്കും? 20 സെൻറ്റിമീറ്റർ ആയിരിക്കും. വിച്ച് മീൻസ് ഇവൻ്റെ റേഡിയസിൻ്റെ നേരെ ഡബിൾ ആയിരിക്കും ആര്? ഡയമീറ്റർ. റേഡിയസ് ഒരു 6 ആണെങ്കിൽ ഡയമീറ്റർ എന്തായിരിക്കും? 2 ഇൻറ്റു 6 ആയിരിക്കും അല്ലേ. അപ്പോൾ എനിക്ക് ഇവിടെ ജനറലി എഴുതാൻ പറ്റും ഡയാമീറ്റർ ഡി, സ്മോൾ ഡി യൂസ് ചെയ്യാം, സ്മോൾ ഡി ഈക്വൽ ടു 2 ഇൻറ്റു റേഡിയസ് ആണ്. ഡയമീറ്റർ ഇസ് ഈക്വൽ ടു എന്താണ്? 2 ഇൻറ്റു റേഡിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സർക്കംഫറൻസ് കാണാനുള്ള ഫോർമുലയിലേക്ക് നിങ്ങളൊന്ന് വന്നേ. നോക്കിക്കോ, ഇവിടെ പൈ ഇൻറ്റു ഡി എന്നല്ലേ. അപ്പോൾ പൈ ഇൻറ്റു എനിക്ക് എന്ത് ചെയ്താം? 2 ഇൻറ്റു റേഡിയസ് അല്ലേ. ഇനി ഇവിടെ ഞാൻ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാൽ 2 പൈ ഇൻറ്റു റേഡിയസ് എന്ന് എഴുതാം. 2 പൈ ഇൻറ്റു റേഡിയസ്. ഈ രണ്ട് ഫോർമുലാസ് നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഏത്? സർക്കംഫറൻസ് കാണാനുള്ള ആദ്യത്തെ ഫോർമുല പൈ ഇൻറ്റു ഡയമീറ്റർ, രണ്ടാമത്തെ ഫോർമുല 2 പൈ ആർ. അപ്പോൾ ആദ്യത്തെ ഫോർമുല പൈ ഡി, രണ്ടാമത്തെ 2 പൈ ആർ. ഈ രണ്ട് ഫോർമുലയാണ് ഫസ്റ്റ്ലി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി ആനുവൽ എക്സാമാണ്. നമുക്ക് ഈ ചാപ്റ്ററിനെയും പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിനെയും കൂടെ ക്ലബ് ചെയ്തിട്ട് ഒരു കാര്യം കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കിക്കോ, സർക്കംഫറൻസ് തൽക്കാലം ഞാൻ സി എന്ന് വിളിക്കുന്നുണ്ട്. സി സർക്കംഫറൻസിന് എനിക്ക് എഴുതാൻ പറ്റും പൈ ഇൻറ്റു ഡയമീറ്റർ. അതുപോലെ തന്നെ സർക്കംഫറൻസിൻ്റെ അടുത്തൊരു ഇക്വേഷനാണ് 2 പൈ ഇൻറ്റു റേഡിയസ്, 2 പൈ ആർ. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പൈ എന്ന് പറയുന്ന ആളെന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആണ്. പൈ എന്ന് പറഞ്ഞ ആളെന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. ആ കോൺസ്റ്റൻറ്റിന് ഒരു വാല്യൂ ഉണ്ട്. എത്രയാണ്? 3.14. തൊട്ടപ്പുറത്തെ ഇക്വേഷനിലേക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും 2 പൈ എന്ന് പറയുന്ന ആൾ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. കാരണം പൈ കോൺസ്റ്റൻ്റ് ആയി കഴിഞ്ഞാൽ 2 പൈയും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതെന്തുകൊണ്ടാണ്? കാരണം പൈയിൻ്റെ വാല്യൂ എത്രയാണ്? 3.14. അപ്പോൾ 2 പൈ എത്രയായിരിക്കും? 2 ഇൻറ്റു
3.14 എന്ന് വെച്ചാൽ എത്രയാണ് 6.28. ആ സംഖ്യ അതൊരു നമ്പറാണ്, ജസ്റ്റ് മാറൂല, അങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ പ്രൊപ്പോർഷണാലിറ്റിൻ്റെ ടേംസിൽ ഇവരെ ഒന്ന് പറഞ്ഞു നോക്കാം. നോക്കിക്കോ, ഇവിടെ സർക്കംഫറൻസ് ഈക്വൽ ടു പൈ ഇൻറ്റു ഡയമീറ്റർ എന്നാണ്. അവിടെ പൈ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് സർക്കംഫറൻസ് പ്രൊപ്പോർഷണൽ ടു ഡയമീറ്റർ എന്ന് പറയാൻ പറ്റും. സർക്കംഫറൻസ് പ്രൊപ്പോർഷണൽ ടു ഡയമീറ്റർ. അവിടെയുള്ള പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആരാണ്? പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് പൈ ആയിരിക്കും. ഓക്കെ അല്ലേ? സർക്കംഫറൻസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? ഡയമീറ്റർ ആണ്. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആരാണ്? പൈ ആണ്. തൊട്ടപ്പുറത്ത് സി ഈസ് ഈക്വൽ ടു 2πr എന്നല്ലേ പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞേ, സർക്കംഫറൻസ് സി പ്രൊപ്പോർഷണൽ ടു റേഡിയസ് ഓഫ് സർക്കിൾ. സർക്കംഫറൻസ് ആർക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും? റേഡിയസ് ഓഫ് സർക്കിളിന് എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇനി അവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആരാണ്? ഇവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് പൈ ആണോ? അല്ല. ഇവിടെ മാറാതിരിക്കുന്ന ആളാരാണ്? 2π ആണ്. അപ്പോൾ 2π ആണ് എന്ത്? പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്. നമ്മൾ പഠിക്കുമ്പം എല്ലാ ചാപ്റ്ററിലുള്ള ഫോർമുലാസ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററായിട്ടൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്തായിരിക്കും? കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഓക്കെ അല്ലേ? ഇനി പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മളൊരു കാര്യം കൂടെ പഠിച്ചിട്ടുണ്ട്. രണ്ട് ആളുകൾ തമ്മിൽ പ്രൊപ്പോർഷണലാണെങ്കിൽ, അല്ലെങ്കിൽ അവർ തമ്മിൽ പ്രൊപ്പോർഷണാലിറ്റി നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ അതിൽ ഒരാൾ ഡബിൾ ആയി കഴിഞ്ഞാൽ അടുത്ത ആളുണ്ടാവും ഡബിൾ ആവും. ഒരാൾ ട്രിപ്പിൾ ആയി കഴിഞ്ഞാൽ അടുത്ത ആളുണ്ടാവും ട്രിപ്പിൾ ആവും. അഥവാ ഒരാളും രണ്ടാളുകൾ സ്കെയിൽ ചെയ്തിരിക്കുന്നത് എന്തായിരിക്കും? സെയിം ഫാക്ടർ കൊണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ സർക്കംഫറൻസ്, ഡയമീറ്റർ, ഈ രണ്ടാൾക്കാർ തമ്മിലുള്ള ബന്ധം നോക്കിക്കോ. വെൻ ഡയാമീറ്റർ ഡബിൾഡ് സർക്കംഫറൻസ് ഓൾസോ എന്തായിരിക്കും? ഡബിൾ ആവും. വെൻ ഡയാമീറ്റർ ട്രിപ്പിൾഡ് സർക്കംഫറൻസ് എന്തായിരിക്കും? ട്രിപ്പിൾ ആയിരിക്കും. അഥവാ ഡയമീറ്റർ എങ്ങനെയാണോ സ്കെയിൽ ചെയ്തത് അതേ ഫാക്ടർ കൊണ്ട് എന്തായിരിക്കും? സർക്കംഫറൻസും സ്കെയിൽ ചെയ്യാം. അതേപോലെ ഇവിടെയും സർക്കംഫറൻസും റേഡിയസും തമ്മിലുള്ള റിലേഷൻ, വെൻ റേഡിയസ് ഡബിൾഡ് സർക്കംഫറൻസ് എന്തായിരിക്കും? ഡബിൾ ആയിരിക്കും. റേഡിയസ് ട്രിപ്പിൾ ആയാൽ സർക്കംഫറൻസ് എന്തായിരിക്കും? ട്രിപ്പിൾ ആയിരിക്കും. റേഡിയസും സർക്കംഫറൻസും സ്കെയിൽ ചെയ്ത് എന്തായിരിക്കും? ഒരേ ഫാക്ടർ കൊണ്ടായിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ ഒരു പോയിൻ്റായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ആർ സ്കെയിൽഡ് ബൈ ദ സെയിം ഫാക്ടർ ആസ് ദെയർ ഡയമീറ്റർ. സർക്കംഫറൻസും ഡയമീറ്ററും സ്കെയിൽ ചെയ്തിരിക്കുന്ന ഫാക്ടർ എന്തായിരിക്കും? ഒരേ ഫാക്ടർ ആയിരിക്കും. അതേപോലെ ഇവിടെ ദ സർക്കംഫറൻസ് ഓഫ് സർക്കിൾ ആർ സ്കെയിൽഡ് ബൈ ദ സെയിം ഫാക്ടർ ആസ് ദെയർ റേഡിയൈ. റേഡിയൈസ് അല്ലെങ്കിൽ റേഡിയസുകൾ എങ്ങനെയാണോ സ്കെയിൽ ചെയ്തത് അതുപോലെ തന്നെയായിരിക്കും ആരും സ്കെയിൽ ചെയ്തിട്ടുണ്ടാവുക? സർക്കംഫറൻസും സ്കെയിൽ ചെയ്തിട്ടുണ്ടാവുക. ഇനി രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ളത് ഏരിയയാണ്. സർക്കിളിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? ഏരിയ ഓഫ് സർക്കിൾ. ഏരിയ ഓഫ് സർക്കിൾ. നേരത്തെ അതേപോലെ ഇവിടെ ഒരു സർക്കിൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ കാണുന്ന എന്താണ്? ഒരു സർക്കിളാണ്. ഈ സർക്കിളിൻ്റെ ഒരു റേഡിയസ് ഉണ്ട്. സർക്കിളിന് സെൻറ്ററിൽ നിന്ന് സർക്കിളിലേക്കുള്ള ഡിസ്റ്റൻസ് റേഡിയസ് 6 ആണെന്ന് വിചാരിക്കാം. ഇതിൻ്റെ ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു 2 ഡയമെൻഷണൽ ഫിഗറിൽ അല്ലെങ്കിൽ ഒരു 2D ഫിഗറിൽ ഈ ബൗണ്ടറീൻ്റെ ഉള്ളിലുള്ള ടോട്ടൽ സ്പേസ്, നമ്മൾ ഈ സർക്കിളിൻ്റെ ബൗണ്ടറീൻ്റെ ഉള്ളിലുള്ള ഈ ടോട്ടൽ സ്പേസിനെയാണ് എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? ഏരിയ എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ഏരിയ ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു ആർ സ്ക്വയർ എന്നാണ് ഫോർമുല. എന്താണ്? പൈ ഇൻറ്റു ആർ സ്ക്വയർ. നിർബന്ധമായിട്ട് പഠിക്കുക. ഏരിയ ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. ഇവിടെയും പൈയിൻ്റെ വാല്യൂവിന് മാറ്റമൊന്നുമില്ല. ഒന്നും കൂടെ പറയാം. പൈയിൻ്റെ വാല്യൂ എന്താണ്? പൈ ഇസ് ഈക്വൽ ടു 3.141. ഓക്കെ. ഇനി ഏരിയ കണ്ടുപിടിക്കാൻ വേറൊരു കാര്യം കൂടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അതും കൂടെ ഒന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഏരിയ ഇസ് ഈക്വൽ ടു സർക്കംഫറൻസ് ഇൻറ്റു റേഡിയസ്. സർക്കംഫറൻസിൻ്റെയും റേഡിയസിൻ്റെയും പ്രൊഡക്റ്റ് കാണുക. എന്നിട്ട് അതിൻ്റെ എന്തെടുക്കുക? നേരെ ഹാഫ് എടുക്കുക. ഹാഫ് ഓഫ് പ്രൊഡക്റ്റ് ഓഫ് സർക്കംഫറൻസ് ആൻഡ് റേഡിയസ്. ഇങ്ങനെയും കൂടെ കണ്ടുപിടിക്കാം. അതെങ്ങനെയാണ് വന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. സർക്കംഫറൻസ് 2πr എന്നല്ലേ ഫോർമുല, ഇൻറ്റു റേഡിയസ് എന്ന് പറയുമ്പോൾ ഇൻറ്റു r. ഇനി അതിൻ്റെ പകുതി ഡിവൈഡഡ് ബൈ 2. ഒന്ന് നോക്കിക്കോ. ഈ കാണുന്ന രണ്ടും ഓൾറെഡി വെട്ടിപ്പോവും. പിന്നെ അവിടെ ബാക്കി ഉണ്ടാവുക പൈ ആർ ഇൻറ്റു ആർ എന്നാണുള്ളത്. അവിടെ r ഇൻറ്റു ആർ ചെയ്താൽ എന്ത് കിട്ടും? ആർ സ്ക്വയർ കിട്ടും. എന്ത് കിട്ടും? ആർ സ്ക്വയർ. പിന്നെ പുറത്തൊരു പൈയും. അപ്പോൾ പൈ ഇൻറ്റു ആർ സ്ക്വയർ. ഇത് തന്നെയാണ് നമ്മൾ ആര് കാണാനുള്ള ഫോർമുല? ഏരിയ കാണാനുള്ള ഫോർമുല. അപ്പോൾ ഇങ്ങനെയും കൂടെ കണ്ടുപിടിക്കാം എന്നുള്ളത് ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. നമുക്ക് അധികം യൂസ് ഒന്നും ഉണ്ടാവില്ല. എന്നാലും ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. ഏരിയ ഇസ് ഈക്വൽ ടു സർക്കംഫറൻസ് ഇൻറ്റു റേഡിയസ് ഡിവൈഡഡ് ബൈ 2 ആണ്. ഇനി
ഇത്ര ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ഈ ഒരു ഏരിയേൻ്റെ കോൺസെപ്റ്റും കൂടെ നമുക്ക് പ്രൊപ്പോർഷണാലിറ്റീൻ്റെ ടേംസിലൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് വരാം. നോക്കിക്കോ, ഏരിയ ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു ആർ സ്ക്വയർ ആണ്. ഇവിടെ ആരാ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ടേം? നോക്കിക്കേ, പൈ ആണ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ടേം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരൊക്കെ പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം. ഇവിടെ ഏരിയ പ്രൊപ്പോർഷണൽ ടു റേഡിയസ് ആണോ? അല്ല, റേഡിയസിൻ്റെ സ്ക്വയർ ആണ്. ഏരിയ ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ റേഡിയസ് എന്ന് പറയാം. ആ ഒരു കാര്യം കൂടെ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. മെയിൻലി 2 ഫോർമുലാസാണ്. ഒന്ന് ഏരിയ കാണാനുള്ള ഫോർമുല പൈ ഇൻറ്റു ആർ സ്ക്വയർ, പൈൻ്റെ വാല്യൂ 3.14. രണ്ടാമത്തത് നമ്മുടെ സർക്കിളിൻ്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, അത് പൈ ഇൻറ്റു ഡി ആണ്. അതിന് വേണമെങ്കിൽ എങ്ങനെയും കൂടെ എഴുതാം, 2πr എന്നുള്ള ഫോർമുല യൂസ് ചെയ്തിട്ടും കൂടെ എഴുതാം. ഓക്കെ അല്ലേ? ഇനി നേരെ തൊട്ടടുത്ത ചാപ്റ്ററായ പാർട്സ് ഓഫ് സർക്കിൾ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് 2 കോൺസെപ്റ്റാണ് പഠിക്കാനുള്ളത്. ആദ്യത്തത് ആർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ആർക്ക് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കും. രണ്ടാമത്തത് സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, സെക്ടറിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോകാം. നോക്കിക്കോ, നേരത്തെ പോലെ തന്നെ ഒരു സർക്കിൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ കാണുന്ന എന്താണ്, സർക്കിളാണ്. ഈ സർക്കിളിൻ്റെ മുഴുവൻ വരയ്ക്കാതെ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ചെറിയ പീസ് മാത്രം ഞാനിങ്ങനെ വരച്ചു എന്ന് വിചാരിക്കാം. സർക്കിളിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രം വരച്ചു. ഓക്കെ അല്ലേ? അങ്ങനെയുള്ള പോർഷനെ വിളിക്കുന്ന പേരാണെന്ത്, ആർക്ക് എന്ന് പറഞ്ഞാൽ. സർക്കിളിൻ്റെ ഒരു ചെറിയൊരു കഷ്ണത്തിനെ വിളിക്കുന്ന പേരാണെന്ത്, ആർക്ക്. ഇവിടെ സർക്കിളിന് ഇവിടെ ഒരു സെൻറ്റർ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ സെൻറ്ററിലേക്ക് ഞാൻ ഈ ആർക്കിൻ്റെ ഒരു എൻഡിൽ നിന്ന് ഒരു റേഡിയസ് ഇതേപോലെ വരച്ചു. ഇനി ഈ എൻഡിൽ നിന്നും എന്ത് വരച്ചു, ഒരു റേഡിയസ് വരച്ചു. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവില്ലേ, ആ ആംഗിളിനെയാണ് നമ്മൾ വിളിക്കുക സെൻട്രൽ ആംഗിൾ. എന്താ വിളിക്കുക, സെൻട്രൽ ആംഗിൾ. ഓക്കെ, സർക്കംഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നിങ്ങൾക്കറിയാം. എന്താ ഫോർമുല? ഒന്നെങ്കിൽ പൈ ഡി ആണ്, അതല്ലെങ്കിൽ എന്താണ് 2πr ആണ്. ഞാനിവിടെ തൽക്കാലം റേഡിയസ് വെച്ച് പറയുന്നു. സർക്കംഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണെന്ന് വിചാരിക്കാം, 2πr ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ആർക്കിൻ്റെ ലെങ്ത്ത്, ഈ കാണുന്ന ആർക്കില്ലേ, ഇതിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ നിങ്ങളോട് പറഞ്ഞു. ആർക്ക് ലെങ്ത്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആർക്ക് ലെങ്ത്ത് ഈക്വൽ ടു, നിങ്ങൾ ആദ്യം സർക്കംഫറൻസിന് എഴുതുക. സർക്കംഫറൻസ് എന്താണ്, 2πr ഇൻറ്റു സെൻട്രൽ ആംഗിൾ എഴുതുക. സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ദേ ഇവിടെ കാണുന്ന ഈ ഒരു ആംഗിൾ, ഈ ആംഗിൾ നിങ്ങൾക്ക് തന്നിരിക്കും ക്വസ്റ്റ്യനിൽ. ഇനി ഡിവൈഡഡ് ബൈ എന്ത് കൊടുക്കുക, ഒരു 360 എന്നുള്ള നമ്പർ കൊടുക്കുക. എവിടെ നിന്ന് ഈ 360 വന്നതെന്നറിയോ? സർക്കിളിൻ്റെ ഒരു കംപ്ലീറ്റ് ആംഗിൾ എത്രയാണ്, 360 ആണ്. അപ്പം ആർക്ക് ലെങ്ത്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നിർബന്ധമായിട്ട് പഠിക്കുക, 2πr ഇൻറ്റു x/360 ആണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് എന്താണ് സെക്ടർ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ആർക്ക് വരച്ചു, ആർക്കിന് 2 റേഡിയസും വരച്ചു. അപ്പോൾ ഇവിടെയുള്ള സർക്കിളിൻ്റെ ഒരു പോർഷൻ ഇല്ലേ, ഇതാ ഇങ്ങനെ കിടക്കുന്ന സർക്കിളിൻ്റെ ഒരു പോർഷൻ ഇല്ലേ, ഒരു കേക്കൊക്കെ കട്ട് ചെയ്ത പോലെ കിടക്കുന്ന പോർഷൻ, ഈ ഒരു പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, സെക്ടർ. എന്താ വിളിക്കുക, സെക്ടർ എന്നാണ് വിളിക്കുക. ആ സെക്ടറിന് ലെങ്ത്ത് ഉണ്ടാവില്ല, സെക്ടറിന് എന്തേ ഉണ്ടാവുള്ളൂ, ഏരിയ ഉണ്ടാവുള്ളൂ. ഏരിയ ഓഫ് സെക്ടർ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കാൻ പഠിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ പഠിക്കണമെങ്കിൽ ആദ്യം ഏരിയ ഓഫ് സർക്കിൾ എന്താണെന്ന് അറിയണം. ഏരിയ ഓഫ് സർക്കിൾ, എങ്ങനെ ഏരിയ ഓഫ് സർക്കിൾ കണ്ടുപിടിക്കുക, πr² എന്നല്ലേ ഫോർമുല. അപ്പോൾ അതേപോലെ ഇവിടെ πr² എന്നിടുക, നേരത്തെ പോലെ തന്നെ ഇൻറ്റു എക്സ് എന്ന് വെച്ചാൽ സെൻട്രൽ ആംഗിൾ ഡിവൈഡഡ് ബൈ 360. അപ്പോൾ ഏരിയ ഓഫ് സെക്ടർ എന്ന് പറഞ്ഞാൽ πr² ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ 360 ആണ്. ഈ 2 ഫോർമുലാസ് മെയിൻലി ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ഇത് വെച്ചുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോൾ അതിനു മുമ്പേ ഒരു കാര്യം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ഈ കാണുന്നതൊക്കെ സെയിം സർക്കിൾസിൻ്റെ കോപ്പീസാണ്, എന്ന് വെച്ചാൽ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള സർക്കിൾസാണ്, ഈക്വൽ ആയിട്ടുള്ള സർക്കിൾസാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ആദ്യത്തെ സർക്കിളിൻ്റെ സർക്കംഫറൻസ് സി ആണെന്ന് വിചാരിക്കുക. ഞാൻ വെറുതെ ഒരു അളവ് പറയുന്നതിന് പകരം സി എന്ന് പറഞ്ഞ ലെറ്റർ വെച്ച് സൂചിപ്പിച്ചു. ഏരിയ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ ആണെന്ന് വിചാരിക്കാം. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സർക്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ എത്ര ഡിഗ്രിയാണ് വരിക, 360 ഡിഗ്രിയാണ് വരിക. സർക്കിളിൻ്റെ ആംഗിൾ എത്രയാണ്, 360 ഡിഗ്രി. അപ്പോൾ ഇവിടെ ഒരു സെൻറ്റർ ഉണ്ടെങ്കിൽ ഈ സെൻറ്ററിന് ചുറ്റോറുള്ള ഈ ആംഗിൾ എത്രയാണ്, 360 ഡിഗ്രിയാണ്. ഇനി ഞാൻ ഈ സർക്കിളിൻ്റെ 2 കഷ്ണാക്കിയിട്ട് ഭാഗിച്ചു. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും ആംഗിൾ വരിക, 180 ഡിഗ്രി. മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ കാണുന്ന ഈ ഒരു ആർക്ക് ഉണ്ടല്ലോ, അപ്പോൾ ഈ കാണുന്ന ചെറിയ പീസ് എന്താണ്, ഒരു ആർക്കല്ലേ. ഇവിടെ സർക്കിളിൻ്റെ സെൻട്രൽ ആംഗിൾ 360 180 ആയി.
360 180 ആയി എന്ന് പറഞ്ഞാൽ എത്ര പാർട്ടായത്? ആ പാർട്ട് കണ്ടുപിടിക്കാൻ ഇങ്ങനെ ചെയ്താൽ മതി. 180 ഡിവൈഡഡ് ബൈ 360 എന്ന് വെച്ചാൽ എന്ത് കിട്ടും? 1/2 എന്ന് കിട്ടും. എന്തായി? നേരെ പകുതിയായി എന്ന് നമുക്ക് പറയാം. നേരെ പകുതിയായി അല്ലേ, ഹാഫായി. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, ഈ കാണുന്ന ആർക്കിൻ്റെ ലെങ്ത്തില്ലേ, ആ ലെങ്ത്ത് എന്തായിരിക്കും? ടോട്ടൽ സർക്കംഫറൻസിൻ്റെ പകുതിയായിരിക്കും. അതേപോലെ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു സെക്ടറില്ലേ, ഈ സാധനത്തിന് നമുക്ക് എന്തെന്ന് പറയാം? സെക്ടർ എന്ന് പറയാം. ആ സെക്ടറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടോട്ടൽ ഏരിയേൻ്റെ പകുതിയായിരിക്കും. സെൻട്രൽ ആംഗിൾ പകുതിയായപ്പോൾ ആർക്ക് ലെങ്ത്ത് പകുതിയായി, ഏരിയ എന്തായി? പകുതിയായി. ഇനി അടുത്ത് നോക്കിക്കോ, ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ ഒരു 90 ഡിഗ്രിയാണെന്ന് വിചാരിക്കുക. എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. 90 ഡിഗ്രി എത്ര പാർട്ടാണെന്ന് നോക്കുക 360ൻ്റെ. 90/360 വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 1/4 എന്ന് വെച്ചാൽ 1/360 1/4 പാർട്ടായി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ആർക്ക് ഉണ്ടാവുമല്ലോ, ആ ആർക്കിൻ്റെ ലെങ്ത്ത് എന്തായിരിക്കടാ? ടോട്ടൽ സർക്കംഫറൻസിൻ്റെ /4 ചെയ്താൽ മതി. അതേപോലെ ഇവിടെ ഒരു സെക്ടർ ഉണ്ടാവുമല്ലോ, ഈ സെക്ടറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ടോട്ടൽ ഏരിയ ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഇനി ഇതേപോലെ നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഈ കാണുന്ന സർക്കിളിൽ സെൻട്രൽ ആംഗിൾ ഒരു 60 ഡിഗ്രിയാണെന്ന് വിചാരിച്ചോ. എത്രയാണ്? 60 ഡിഗ്രി. 60 ഡിഗ്രി 360ൻ്റെ എത്ര പാർട്ടാണ്? 60/360 ചെയ്ത് നോക്കിയാൽ മതി. 1/6 കിട്ടുക ആൻസർ. എത്ര കിട്ടുക? 1/6. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ഒരു ആർക്ക് ലെങ്ത് ഉണ്ടല്ലോ, ആ ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ ടോട്ടൽ സർക്കിളിൻ്റെ സർക്കംഫറൻസ് അത് സി ആണ്, ബൈ ഇവിടെ എന്താ ഉള്ളത്? 6 ആണ്. അപ്പം C/6 ചെയ്താൽ മതി. അവിടെ കിട്ടിയ ഈ ഒരു സെക്ടറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഏരിയ ഡിവൈഡഡ് ബൈ 6 ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതേപോലെ ജനറലി ഇവിടെ ആംഗിൾ എക്സ് ഡിഗ്രി ആണെങ്കിൽ നമ്മൾ എക്സ് ഡിഗ്രി 360ൻ്റെ എത്ര പാർട്ടാണെന്ന് നോക്കുക. സർക്കംഫറൻസ് ഡിവൈഡഡ് ബൈ, അല്ലെങ്കിൽ സർക്കംഫറൻസ് ഇൻറ്റു ആ ഫ്രാക്ഷൻ, ആ കിട്ടിയ ഫ്രാക്ഷൻ എന്ന് ഉദ്ദേശം എന്താ? ഇൻറ്റു 1/4 ഇൻറ്റു 1/6 ഇൻറ്റു 1/2. അതേപോലെ ആ ഫ്രാക്ഷനായിട്ട് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഈ കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. മെയിൻലി നമുക്ക് ആ 2 ഇക്വേഷൻസ് ഫോർമുലാസ് ഉണ്ടെങ്കിൽ എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്ത് പോകാം. അപ്പോൾ ഈ 2 ചാപ്റ്റേഴ്സിൻ്റെ ഒരു ചാപ്റ്റർ സമ്മറിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യും. താങ്ക്